ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കെ മുഹമ്മദാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യമേ തന്നെ ഈ ചമ്പൽക്കാട് എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ കൊള്ളക്കാർ മാത്രമുള്ള ഒരു ഇടമായിരുന്നു. അവിടെയാണ് അങ്ങ് എത്തിപ്പെടുന്നതും അവിടെയുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്ന ഒരു ദൗത്യം, അത് മറ്റാരും ചെയ്യാത്ത അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു ദൗത്യം കൂടിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അത് വളരെ സാഹസികമായിട്ടുള്ളൊരു ദൗത്യമായിരുന്നു. അവിടെ കൊള്ളക്കാർ മാത്രമല്ല, രണ്ടുപേരുണ്ട്. കാരണം അവന് ഏതാണ്ട് 5000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണിത്. അത് 3 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അപ്പോൾ അവിടെ ഈ സ്ഥലങ്ങളിൽ കൊള്ളക്കാരുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ഇതിനു മുമ്പേ ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആര് പിന്നെ അങ്ങോട്ട് പോകും? ഈ സാഹസികമായിട്ടുള്ള ദൗത്യം ആരെ ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എനിക്കെൻ്റെ ഭാഗ്യത്തിന് 2-3 ആളുകൾ കിട്ടി. ഒന്ന്, ഈ കൊള്ളക്കാരെ കൊന്നിരുന്ന ഒരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം IPS ഓഫീസറായിരുന്നു. വിജയരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒറിജിനലി തൃശ്ശൂർക്കാരനാണ്. പക്ഷേ മലയാളം അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാൻ അറിയില്ല. ഒന്ന്, അദ്ദേഹമാണ് പാൻ സിംഗ് തോമർ എന്ന് പറഞ്ഞ വലിയ കൊള്ളക്കാരനെ കൊന്ന ആൾ. അതേപോലെ തന്നെ ഗാസി ബാബ എന്ന് പറഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ്, അത് ബോംബ് ചെയ്യുന്നതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. അയാളെയും കൊന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ കൊള്ളക്കാരെ പിന്നെ എങ്ങനെ സംസാരിക്കണം ഇടനിലക്കാരുമായിട്ട്. എങ്ങനെയായിരുന്നു ആദ്യം ഘട്ടത്തിൽ അങ്ങോട്ട് പോകുന്നത്? എങ്ങനെയായിരുന്നു അത്? ഇത് കാണുന്ന അവസരത്തിൽ ഈ ക്ഷേത്രങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഏകദേശം എത്ര ക്ഷേത്രങ്ങൾ അന്നുണ്ടായിരുന്നു? 200 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 90 ക്ഷേത്രങ്ങൾ ഇന്ന് ഞങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് 110ഓളം ക്ഷേത്രങ്ങളിൽ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. കുറച്ച് ഭൂമിക്കടിയിലാണ്, കുറച്ച് ഭൂമിക്ക് പുറത്തുണ്ട്. അപ്പോൾ ചെമ്പൽക്കാടുകളിൽ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ 1200 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ മുഴുവനും അതെന്ത് തകർന്നു കിടക്കുന്നത് കൊണ്ട് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ആ ക്ഷേത്രങ്ങൾക്കൊന്നും ഇന്നിപ്പോൾ പടിപ്പുരയില്ല, തുളസിത്തറയില്ല, അല്ലാതെ തകർന്ന് കിടക്കുന്നതാണ്. പിന്നെ ഇതിൽ ഓരോ കല്ലിനോടും ചോദിക്കണം നമ്മൾ, വേർ യു വെൻ ദ ടെമ്പിൾ വാസ് സ്റ്റാൻഡിങ്. ഈ ക്ഷേത്രം ഉയർന്നു നിന്നിരുന്ന അവസരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു നിലനിന്നിരുന്നതെന്ന് ചോദിക്കണം. അതിന് പിന്നീട് മാനസാര, മായാമത, അതുപോലെ സമരാങ്കണ സൂത്രധാര, ഇത്തരത്തിലുള്ള 3 പഴയകാല ഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യണം. ഇതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അത് ഏതാണ്ട് പകുതിയിലധികം ക്ഷേത്രങ്ങൾ ഞങ്ങൾ രണ്ടാമത് പുനർനിർമ്മാണം ചെയ്തു കഴിഞ്ഞു. അവിടെ പോയി അതിന് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കൊള്ളക്കാര് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഇടപെടലോ എന്തുണ്ടായിരുന്നോ? ധാരാളം ഉണ്ടായിരുന്നു. കാരണം പക്ഷേ ഒരു പ്രാവശ്യം അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇടനിലക്കാർ അവരുമായി സംസാരിക്കണം. അപ്പോൾ ആദ്യം ഇടനിലക്കാരുമായി സംസാരിക്കണം, പിന്നെ കൊള്ളക്കാരുമായി സംസാരിക്കണം. അതിനുശേഷം നമ്മൾ ശരിയായുള്ള വർക്കുകളാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നീട് നമുക്ക് ധാരാളം സപ്പോർട്ട് കിട്ടും. അപ്പോൾ അവർക്ക് ആദ്യം ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സാമ്പിൾ ഒരു 4 ക്ഷേത്രങ്ങളും അതിൻ്റെ പടിപ്പുര ഉണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ അവർക്ക് വളരെ ഇഷ്ടം തോന്നി, വളരെ നന്നായി തോന്നി. അപ്പോൾ അവർ പറഞ്ഞത്, ഇത് ചമത്കാർ എന്ന് പറഞ്ഞാൽ ഇത് അത്ഭുതം വിളയിച്ചിരിക്കുന്നു. അത് കണ്ട അവസരത്തിൽ പിന്നീട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളും അതേപോലെ ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ഈ സറണ്ടർ ചെയ്ത ക്ഷേത്രത്തിൻ്റെ ഈ കൊള്ളക്കാർ മുഴുവനും ഞങ്ങളുടെ വർക്കേഴ്സായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 1 മാസം മുമ്പ് അവരെ മുഴുവനും പല ജോലികളിലായിട്ട് ഞങ്ങൾക്ക് പെർമനൻ്റ് ആക്കാനും കഴിഞ്ഞു. ഇന്ന് ഏകദേശം 200 ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്ക് 90 ക്ഷേത്രങ്ങളെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ ഒരു അനുഭവമാണ് അങ്ങ് പുസ്തക രൂപത്തിലേക്ക് ആ അനുഭവമാണ്. അതിൽ ഓരോ ക്ഷേത്രങ്ങളും എങ്ങനെ തകർന്നു കിടന്നിരുന്നു, അതെങ്ങനെ ഞങ്ങൾ കൂട്ടി ഘടിപ്പിച്ചു, ഈ കാര്യം അതിനിടയിൽ എന്തെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. അതിൽ മറ്റൊരു കൊള്ളക്കാരനുണ്ടായിരുന്നു. ആ കൊള്ളക്കാരൻ്റെ നിർഭയ് സിംഗ് ഗുജ്ജർ എന്നാണ് അയാളുടെ പേര്. അയാളുമായിട്ടുള്ള ഒരിക്കലുള്ള എൻ്റെ ഞങ്ങൾ രണ്ടുപേരുള്ള കണ്ടുമുട്ടുന്നത്, അതിനുള്ള ശേഷമുള്ള സംസാരം, ഈ കാര്യങ്ങൾ മുഴുവനാണ് ഈ ചമ്പലിലെ മണിനാഥങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. പിന്നീട് ഓരോന്നും കിടക്കുന്ന അവസരത്തിൽ ഏതാണ്ട് ഒരു ക്ഷേത്രം തകർന്ന് കിടക്കുന്നുണ്ട്, അതിൽ പ്രതിഷ്ഠയില്ല. അപ്പോൾ പ്രതിഷ്ഠയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്താണ് പ്രതിഷ്ഠ? ശിവനാണോ വിഷ്ണുവാണോ അതല്ലെങ്കിൽ ഭഗവതിയാണോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉമ്മരത്ത് ചെറിയൊരു ദീർഘചതുരത്തിലുള്ളൊരു വിള്ളലുണ്ട്.
അപ്പം ആ ദീർഘചതുരത്തിലെ വിരലിൽ എന്ന് പറയുകയാണെങ്കിൽ ദേവൻ എന്താണോ അവരെ വാഹനമായിരിക്കും. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ദീർഘചതുരത്തിലാണ്. അപ്പോൾ ദീർഘചതുരത്തിലാണെങ്കിൽ അത് നന്ദി സ്ഥാനമായിരിക്കും, നന്ദി അവിടെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് റിസൈറ്റ് മന്ത്രം വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിധരം ദേവ വാകാരായ നമോ നമ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു. പല ഭാഗത്തും നോക്കി, കിട്ടിയില്ല. അപ്പോൾ ഞാനതിനെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് അമ്പലനടയിലും കണ്ടില്ല, അരയാൽ തറയിലും കണ്ടില്ല എന്നാണ്. പക്ഷേ അടുത്തുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ ചെരിഞ്ഞ ഭാഗമുണ്ട്. അവിടെ പോയി നോക്കുന്ന അവസരത്തിൽ ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് നന്ദി വാസ് ലുക്കിംഗ് അറ്റ് മീ ആസ് ഇഫ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് 1200 years. കഴിഞ്ഞ 1200 വർഷത്തോളം എൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു നന്ദിയാണ് എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സുന്ദരനായ നന്ദി അവിടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിനെടുത്ത് കുളിപ്പിച്ചതിന് ശേഷം ഈ വിടവിൽ വെച്ച് നോക്കി. ആൻഡ് ഹി വാസ് പെർഫെക്റ്റ്ലി സിറ്റിംഗ് ദെയർ. അപ്പം ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ മരം കംപ്ലീറ്റ് ആയിട്ട് ആ ക്ഷേത്രത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അപ്പം ആ വരിഞ്ഞു മുറുക്കിയ ക്ഷേത്രം ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി നമുക്ക് മരം മുറിക്കാം. പക്ഷെ മരം മുറിക്കുന്നതിനും ആദ്യമായിട്ട് മരത്തോട് ആദ്യം മാപ്പ് പറയണം, നമസ്തേ പറയണം. ആദ്യം നമസ്തേ വൃക്ഷോ പൂജയം ക്ഷമുന്തു, ക്ഷമയാചിക്കണം. പിന്നെ അതിനോട് മാത്രം പോരാ, അതിലിരിക്കുന്ന പക്ഷികളോടും മാപ്പ് ചോദിക്കണം. അവരോടും പറയണം അന്യാർത്ഥ വാശം പരികൽപ്പയന്തു, കൈൻഡ്ലി മൈഗ്രേറ്റ് ഫ്രം ദിസ് ട്രീ ടു സം അതർ ഹാബിറ്റബിൾ ട്രീ. ഏതെങ്കിലും ട്രീ ആയ പോരല്ല, ഒരു ഹാബിറ്റബിൾ ട്രീ ആയിരിക്കണം അതിലേക്ക് മാറ്റം എന്ന് പറയും. പിന്നെ അതിലുണ്ടായ ചെറിയ പ്രാണികളോട് മാപ്പ് ചോദിക്കണം. അതിനുശേഷം ഞങ്ങൾ മരമുറിച്ചതിന് ക്ഷേത്രം തകർന്നു വീണു. പിന്നീട് അതേപോലെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അത്ഭുതമായിരുന്നു അവിടെ നടന്നിരുന്നത്. അതുപോലെ വെള്ളം പല സ്ഥലത്തും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ ഏത് ഭാഗം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുഴിച്ചു നോക്കിയ അവസരത്തിൽ ഞങ്ങൾക്ക് അവിടെ വെള്ളം കിട്ടി. അപ്പോൾ വെള്ളം കിട്ടിയ അവസരത്തിൽ ഈ ചമ്പലിലെ വെള്ളം കുടിച്ചാൽ പ്രതികാര അഗ്നി കത്തി പല മടങ്ങായിട്ട് വളരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ആ വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല. ഞാൻ ഉടനെ തന്നെ നമ്മുടെ അലഹബാദിൽ വെച്ചിട്ട് പ്രയാഗിലെ 3 ത്രിവേണിയിൽ വെള്ളം വാങ്ങി. അതും ഇതുമായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ പൂജകൾ, അത് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് റിവേഴ്സിനെ കുറിച്ച്, സപ്തനദികളെ കുറിച്ചുള്ള ഇമം മേ ഗംഗേ യമുനേ സരസ്വതി ശുതുത്രി സോമം സജത പരുഷ്ണയ, അതെല്ലാം കഴിച്ചിട്ട് ചെറിയൊരു മന്ത്രം ചെയ്തതിന് ശേഷം പിന്നീട് 2 വെള്ളവും മിക്സ് ചെയ്തതിന് ശേഷം അവരെ കുടിക്കാൻ കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇനി എന്താണ് ചമ്പലിൽ, ഇനി എന്ത് പ്രവർത്തനങ്ങളൊക്കെയാണുള്ളത്? ചമ്പലിൽ ഇതിന് ഇനിയും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എല്ലാ കീഴടങ്ങിയ കൊള്ളക്കാരുടെയും ആയുധങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഞാനൊരു പ്രപ്പോസൽ ഓൾറെഡി ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. അതായത് ഈ ആയുധങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ട് അവിടെ കൊള്ളക്കാരുടെ ഒരു മ്യൂസിയം ഉണ്ടാക്കണമെന്ന്. കാരണം കൊള്ളക്കാരുള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടില്ലായിരുന്നു. അപ്പോൾ അതവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആകർഷകമായ രൂപത്തിലായിരിക്കണം. അത് തന്നെയാണ് ഈ ചമ്പൽക്കാടുകളിൽ അന്ന് കൊള്ളക്കാർ അവരുപയോഗിച്ച ആയുധങ്ങൾ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മ്യൂസിയം എന്ന ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കെ മുഹമ്മദ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹസൻ, ജനം.